ഗൃഹാങ്കണ സദസ്സ് നടത്തി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഗൃഹാങ്കണ വായനാ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ ബി ശെൽവമണി ഉദ്ഘാടനം ചെയ്തു. ബഷീർ മറ്റൊരിക്കൽ ചന്തകളിൽ പച്ചക്കറികളുടെ വിൽപ്പനക്കാരനായിരുന്നു. വ്യത്യസ്തമായ 36 ജോലികൾ. സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ബഷീർ, ഗാന്ധിജിയെ സ്പർശിച്ച ബഷീർ 36 ജോലികൾ ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഉമ്മയും സഹോദരിമാരെയും വളർത്താൻ. ബഷീർ എങ്ങനെയാണ് മഹാനായ എഴുത്തുകാരനായി മാറുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. തന്റെ സഹോദരിമാരെയും ഉമ്മയും വളർത്തുന്നതിന് വേണ്ടിയാണ് ബഷീർ ജോലി ചെയ്തത്. അതിന്റെ ഇടയിലാണ് ബഷീർ പ്രണയിച്ചത്. വല്ലാത്ത പ്രണയം, മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയം. അതാണ് 1942 നമുക്ക് ലഭിച്ച ബാല്യകാല സഖി. താലൂക്ക് കൗൺസിൽ അംഗം ആർ ദിവാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ രണ്ടാം മുഴുവൻ അടക്കമുള്ള ചില സബ്ജക്റ്റുകൾ എടുത്തു വെച്ചുകൊണ്ട് നിർമ്മാല്യ സിനിമ സംവിധാനം ചെയ്ത അതിന്റെ കഥകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്ന മുൻപ് കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നതല്ല. ഇന്ന് ഈ സമയങ്ങളിൽ നമ്മൾ ഇന്ത്യയെ കുറിച്ച് ഓരോ മലയാള ഭാഷ ലോകത്തിന്റെ നെറുകയിൽ നിർത്തിയ വ്യക്തി, കേരളത്തിന്റെ തനിമ ലോകത്തിന്റെ നെറുകയിൽ നിർത്തിയ വ്യക്തി. ഗ്രന്ഥശാല ഭരണസമിതി അംഗം നസീമ ബിബി സ്വാഗതം പറഞ്ഞു. വിശ്വവിഖ്യാതനായ ബഷീർ എന്ന വിഷയത്തിൽ ജോയിന്റ് സെക്രട്ടറി വി അജയകുമാർ വിഷയാവതരണം നടത്തി. നിതീഷ് മാലുമേൽ, കിടങ്ങയം ഭരതൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വനിതാവേദി സെക്രട്ടറി ലതാ ബി നായർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.